ഇതെന്തൊരു സാധനം മനസ്സിലായ? ഇതൊരു ഇൻഫിഷൻ മൊഡ്യൂളുടെ അവസ്ഥയാണ് കാണുന്നത്. ഇൻഫിഷൻ മൊഡ്യൂളിലേക്ക് ഫ്ലൂയിഡ് കയറിയിട്ട് ഇൻഫിഷൻ പമ്പ് ഡാമേജ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഇൻഫിഷൻ പമ്പ് ഉപയോഗിക്കുമ്പോൾ ഇൻഫിഷൻ മൊഡ്യൂളിൽ ഫ്ലൂയിഡ് കയറാതെ എങ്ങനെ ഉപയോഗിക്കാൻ അറിയൂ? ഞാൻ ഇന്ന് അതിന്റെ കാര്യം പറഞ്ഞു തരാവേ. ഇൻഫിഷൻ പമ്പ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാൻ വേണ്ടി വന്നാണ്. മിക്ക ആൾക്കാരും ഇൻഫിഷൻ പമ്പ് യൂസ് ചെയ്യുമ്പോൾ ഇൻഫിഷൻ പമ്പിന് നേരെ മുകളിലായിട്ടാണ് ഫ്ലൂയിഡ് വെച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ ചെറിയ ലീക്ക് വന്നു കഴിഞ്ഞാൽ നേരെ ഇൻഫിഷൻ പമ്പിലേക്ക് ഇറങ്ങും. അപ്പൊ ഇൻഫിഷൻ പമ്പിന്റെ ഉള്ളിലേക്കൊക്കെ ഫ്ലൂയിഡ് ഇറങ്ങാനും ഇൻഫിഷൻ പമ്പ് ഡാമേജ് ആവാനും സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇൻഫിഷൻ പമ്പ് വെക്കുമ്പോൾ പമ്പിന്റെ നേരെ മുകളിൽ വെക്കാതെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പമ്പിന്റെ ബാക്ക് സൈഡിലേക്ക് ആയിട്ട് ഫ്ലൂയിഡ് വെക്കാം. ഫ്ലൂയിഡ് വെച്ചതിന് ശേഷം ഇത്തരത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഇവിടെ നിന്ന് എങ്ങാനും ലീക്ക് ആയി കഴിഞ്ഞാലും ഇൻഫിഷൻ പമ്പിന്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡ് ഇറങ്ങില്ല, ഇതിലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അതുമല്ല, ഈ ട്യൂബിൽ കൂടെ എങ്ങാനും വരാണെന്നുണ്ടെങ്കിൽ അതും നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിൽ കൂടെ ഇറങ്ങിയിട്ട് ഉള്ളിലേക്ക് ഫ്ലൂയിഡ് വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ ഇട്ടിടാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെൻഡാക്കിയിട്ട്, ഇത്ര ഇട്ടില്ലെങ്കിലും കുറച്ചൊന്ന് ബെൻഡാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഡ്രോപ്പ് താഴോട്ട് ഒറ്റ വീണിട്ടിരിക്കും. അപ്പൊ മെഷീന്റെ ഉള്ളിലേക്ക് വരില്ല. എങ്ങാനും ഇവിടെ ലീക്കായി കഴിഞ്ഞാൽ മെഷീന്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡ് കയറാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മിക്ക ഇൻഫിഷൻ പമ്പുകളിലും കൂടുതലും ഡാമേജ് വരുന്നത് ഫ്ലൂയിഡ് ഉള്ളിൽ കയറിയിട്ടാണ് മെഷീൻ ഡാമേജ് ആവുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഉള്ളിൽ കയറാതെ നമുക്ക് മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.